നമസ്കാരം. യോഗ പദ്ധതിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വളരെ അധികം നിഗൂഢമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അത് അമൃത് എന്ന വിഷയമാണ്. യോഗം നേടിയ ആളുകൾ അവരുടെ ശിരസിൽ നിന്ന് അമൃത് പൊഴിയുന്നുവെന്നും അതിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് അവർ അമരന്മാരായി തീരുന്നുവെന്നും ചിരഞ്ജീവികളായി തീരുന്നുവെന്നും ഒരു സങ്കല്പമുണ്ട്. ഈ സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ ശാസ്ത്രം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാലാഴി മദനം എന്ന കഥ. പാലാഴി മദനത്തിലാണല്ലോ അമൃത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അമൃത് പൊന്തി വരുന്നത് പാലാഴി മദനത്തിന് ശേഷമാണല്ലോ. അപ്പോൾ ആ പുരാണ കഥയുമായിട്ട് ഇതിൻ്റെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ആ പുരാണ കഥയിൽ ഇവിടെ എന്ത് യോഗശാസ്ത്രമായ വസ്തുതയാണ് ആ പുരാണ കഥയിലൂടെ, അല്ലെങ്കിൽ ആ പുരാണ കഥയിൽ സിംബോളിക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കഥ നമുക്കറിയാലോ. ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് പാലാഴി മദനം ചെയ്തു. മഹാമേരുവിനെ കടകോലായും വാസുകി എന്ന സർപ്പത്തെ അതിനെ ചുറ്റുന്ന കയറായി ഉപയോഗിച്ച് ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും നിന്ന് പാലാഴി മദനം ചെയ്തപ്പോൾ അതിൽ നിന്ന് അവസാനമായിട്ട് അമൃത് ഉയർന്നു വന്നു. ആ അമൃത് ഭക്ഷിച്ച് ദേവന്മാർ അമരന്മാരായി, മരണമില്ലാത്തവരായി, ചിരഞ്ജീവികളായി മാറിയെന്നാണ് ആ പുരാണ കഥ. അപ്പോൾ ഈ കഥയും യോഗശാസ്ത്രവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അമൃത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യോഗവിദ്യയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ യോഗം നേടുക, മോക്ഷം നേടുക, നിർവ്വാണം നേടുക, ബ്രഹ്മപദം നേടുക തുടങ്ങിയ പല പദങ്ങളിലായിട്ട് വിവക്ഷിക്കുന്ന ആ യോഗത്തെക്കുറിച്ച്, യോഗം നേടുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ കഥയുടെ സാങ്കത്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ എന്താണ് യോഗം നേടുക എന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോകളിലും കുറേശ്ശായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ ശരീരത്തിൽ ഊർജം പ്രവഹിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ ഒരു ഊർജമുണ്ട്. ഈ ഊർജം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവൻ എന്ന ആ ഊർജം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടാൻ കഴിയുന്നത്, നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇത് ബയോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ബയോ ഇലക്ട്രിസിറ്റി തന്നെയാണ്, ഒരു തരം വൈദ്യുത പ്രവാഹം തന്നെയാണ്. ആ വൈദ്യുതി കൊണ്ടാണ്, ജൈവ വൈദ്യുതി കൊണ്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇടനാഡിയിലൂടെയും പിംഗളനാഡിയിലൂടെയുമാണ് സാധാരണ നിലയിൽ ഒഴുകുന്നത്. ഇടനാഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിനകത്ത് ഉള്ള ഒരു നാഡിയാണ് സുഷുമ്നാ നാഡി. അതിൻ്റെ ഇരുവശത്തുമായിട്ട് ശരീരത്തിന്റെ ഇടതുവശത്ത് കൂടെ, നട്ടലിന്റെ ഇടതുവശത്ത് കൂടെ പോകുന്നതാണ് ഇടനാഡി, വലതുഭാഗത്തിലൂടെ പോകുന്നതാണ് പിംഗളനാഡി. ഇത് രണ്ടും, ഈ മൂന്നും, സുഷുമ്നാ നാഡിയും ഇടനാഡിയും പിംഗളനാഡിയും പുറപ്പെടുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് തന്നെയാണ്. മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ്. അതേ നാഡീകോശങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് ശരീരത്തിലെ മറ്റെല്ലാ നാഡികളും, ഈ നാഡീവ്യൂഹം മൊത്തത്തിൽ. ഈ നാഡീവ്യൂഹത്തിലൂടെയാണ് ഊർജം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാഡികളാണ് ഇട, പിംഗള, സുഷുമ്ന എന്നുള്ളത്. അപ്പോൾ ഈ നാഡികളെല്ലാം മസ്തിഷ്കത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് ശരീരത്തിലൂടെ താഴേക്ക് വന്ന് മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിച്ച് എല്ലാ അവയവങ്ങളെയും, ഗ്രന്ഥികളെയും, മസിലുകളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ ഊർജ പ്രസരണം നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3 നാഡികൾ. സാധാരണ നിലയ്ക്ക് ഈ ഊർജം ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഭൂമി എല്ലാത്തിനെയും ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ നമ്മളിൽ നിന്ന് ഈ ഊർജം താഴേക്ക് ഉള്ള ഈ ദിശയിലാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഊർജ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. യോഗികള് ഈ ഊർജപ്രവാഹത്തെ, അതിൻ്റെ ദിശയെ നേരെ മുകളിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഏതൊരു യോഗ അഭ്യാസവും അല്ലെങ്കിൽ ഏതൊരു പ്രാണായാമവും ഈ ഊർജപ്രവാഹത്തെ അതിൻ്റെ വിപരീത ദിശയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അത്
അങ്ങനെ വിപരീത ദിശയിലേക്ക് ഊർജപ്രവാഹത്തെ മാറ്റുമ്പോൾ അത് ആ ഊർജം നമ്മളെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് പ്രവഹിച്ച് നമ്മളെ ശിരോമധ്യത്തിലെത്തുമ്പോൾ അവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഒരു ഗ്രന്ഥി ഉണ്ട്. അതാണ് പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്, പീനിയൽ ഗ്ലാൻഡ്. ആ പീനിയൽ ഗ്ലാൻഡ് പരിപൂർണമായ പ്രവർത്തനശേഷി ഉത്തേജിപ്പിക്കപ്പെടുകയും പരിപൂർണമായ പ്രവർത്തനശേഷി അതിന് കൈവരികയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ബോധോദയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഊർജം നമ്മളെ ഇവിടെ പീനിയൽ ഗ്ലാൻഡിൽ എത്തുമ്പോൾ, അതായത് മസ്തിഷ്കത്തിലെത്തുമ്പോൾ, മസ്തിഷ്കത്തിലെ മറ്റ് എല്ലാ നാഡീകോശങ്ങളും പരിപൂർണമായി ഉത്തേജിതമാവുകയും നമ്മളുടെ നാഡീവ്യൂഹം മൊത്തത്തിൽ, കേന്ദ്ര നാഡീവ്യൂഹം മൊത്തത്തിൽ അതിന്റെ പരമാവധി പ്രവർത്തനശേഷി കൈവരിക്കുകയും ചെയ്യും. അതാണ് ശരിക്ക് നമ്മൾ ബോധോദയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഇനി അമൃതം എന്താണെന്ന് നോക്കാം. ഈ ബോധോദയം സിദ്ധിച്ചവരിലൊക്കെ ഈ പീനിയൽ ഗ്ലാൻഡ്, ആ ഗ്രന്ഥി പരിപൂർണമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം സ്വാസ്ഥ്യം ലഭിക്കുന്ന, ആനന്ദം ലഭിക്കുന്ന, ലഹരിയായിട്ടുള്ള ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡിലാണ്. മെലാറ്റോണിൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഏതാനും ആനന്ദദായകമായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡിലായതുകൊണ്ട് പീനിയൽ ഗ്ലാൻഡ് അതിന്റെ പരമാവധി പ്രവർത്തനശേഷി കൈവരിക്കുമ്പോൾ ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം അതിന്റെ പരമാവധി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പീനിയൽ ഗ്ലാൻഡ് മറ്റെല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഈ പീനിയൽ ഗ്ലാൻഡാണ്. അതിന്റെ കമാൻഡ് പോസ്റ്റാണ്. ശരീരത്തിന്റെ മൊത്തം കമാൻഡ് അവിടെയാണ്. ആ കമാൻഡറാണ് ആ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോ പീനിയൽ ഗ്ലാൻഡ് പ്രവർത്തനക്ഷമമാവുമ്പോൾ, പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുമ്പോൾ മറ്റ് ഗ്രന്ഥികളൊക്കെ പരിപൂർണമായ പ്രവർത്തനശേഷി കൈവരിക്കും, ഉത്തേജിക്കപ്പെടും. പരിപൂർണമായ പ്രവർത്തനശേഷി ചെയ്യുമ്പോൾ ആ യോഗിക്ക് സാധാരണ മനുഷ്യനേക്കാൾ എല്ലാത്തിനുള്ള ശേഷി കൈവരിക, അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രവർത്തനം അത്രയും കാര്യക്ഷമമാകുകയാണ്. അപ്പോൾ പ്രതിരോധശേഷി കൂടും, അപ്പോൾ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടും. അതിനെയാണ് അമരത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരസുഖവുമില്ലാതെ ദീർഘകാലം ജീവിക്കാനുള്ള ശേഷി നമുക്ക് കൈവരും. അതാണ് ഈ അമൃത് ഭക്ഷിക്കുമ്പോൾ അമരത്വം നേടുന്നു എന്ന് പറയുന്നത്. ഈ അമൃത് എന്ന് പറഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തന്നെയാണ്. അതിനെയാണ് നമ്മൾ അമൃത് എന്ന് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോർമോൺസ് ആണ് അത്. അന്നത്തെ കാലത്ത് ഈ ഭാഷയല്ല. അന്ന് കാലത്ത് ഇതിനെ ഹോർമോണാണ്, ഇങ്ങനെയാണ് ഇതിന്റെ കെമിക്കലാണ്, അതൊന്നും പറയാൻ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല അന്നത്തെ സമൂഹം ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഭാഷയാണത്. ഇതേ സയൻസ്, ഇതേ കാര്യം തന്നെയാണ് അവർ അന്ന് പറഞ്ഞത്. അമൃത് ഭക്ഷിക്കുമ്പോൾ, അതായത് ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ഹോർമോണുകൾ പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അമരത്വം നേടുന്നു, ജീവിത ദൈർഘ്യം കൂടുന്നു. കാരണം ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂടുന്നു, ആനന്ദം കൂടുന്നു. നമ്മൾ സ്വയം എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെയും കൂടി കടന്നു പോകുമ്പോൾ നമ്മളുടെ ആയുർദൈർഘ്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ പരിപൂർണമായ ആനന്ദത്തിലായിരിക്കുന്ന സമയത്തും അതുപോലെ പരിപൂർണമായ പ്രതിരോധശേഷി കൈവരുമ്പോഴും നമ്മളുടെ ആയുസ് വർദ്ധിക്കുകയാണ്, ജീവിതകാലം അങ്ങനെ ദീർഘിക്കുകയാണ്. അതിനെയാണ് അമരത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ അമൃത് എന്ന് പറയുന്നത് നമ്മളെ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ആ അമൃത് അത് യഥാർത്ഥമാണ്. അതിൽ അൺസയന്റിഫിക് ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ദുരൂഹമായിട്ടൊന്നുമില്ല. ഇതൊന്നും നുണകളല്ല. ഒരു മുനീശ്വരന്മാരും നമ്മളുടെ പൂർവികരായിട്ടുള്ള യോഗികളൊന്നും നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർക്കിപ്പോ നമ്മളോട് നുണ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അങ്ങനെ ഒരു അസത്യത്തെ അവർ പ്രസ്താവിക്കുകയും ഇല്ല. അവർക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അവര് യഥാർത്ഥത്തിൽ അത് അറിഞ്ഞ ആളുകൾ അവരുടെ അനുഭവത്തെയാണ് അവർ അടുത്ത തലമുറയിലേക്ക് കൈമാറിയത്. അത് നമുക്ക് ആ ലെവലിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അത് നമ്മളുടെ അജ്ഞത കൊണ്ട് നമ്മൾ എത്തുന്ന നിഗമനങ്ങളാണ്. അവരെത്തിച്ചേർന്ന നിലയിലേക്ക്
നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കും അത് മനസ്സിലാവുന്ന അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് സയൻസ്, ഇങ്ങനെ ഗ്രന്ഥികൾ ഉണ്ട് എന്നുള്ളതൊക്കെ സയൻസ് അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള റിയാലിറ്റിയാണ്. ഇന്ന ഹോർമോൺസ് ആണ്, ഓരോ ഹോർമോണിന് ഇന്ന ഗുണമാണ് എന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ പൗരാണികമായ ഭാഷ്യമാണ് ഋഷിമാര് കണ്ടെത്തിയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ അമൃത് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അതിന് ഉപ്പിന്റെയും ചവർപ്പിന്റെയും പുളിയുടെയും മധുരത്തിന്റെയും ഒരു സമ്മിശ്രമായ രുചിയാണ്. ഒരു പ്രത്യേക രുചിയാണത്. ഇങ്ങനെ ഒരു കൂട്ട് ചേർന്നിട്ടുള്ള രുചിയാണ്. ആ അമൃത്, ആ സെക്രീഷൻ നമ്മളുടെ രക്തത്തിലൂടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അപ്പോൾ അത് ഞരമ്പുകളിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്തിലൂടെയാണ്. അതുകൊണ്ടാണ് തൊണ്ടയിൽ വെച്ചിട്ട് നമുക്ക് തൊണ്ടയിൽ അതിന്റെ രുചി അറിയാൻ കഴിയും. കാരണം അത് ആ ഞരമ്പുകളിലൂടെ താഴേക്ക് മറ്റ് അവയവങ്ങളിലേക്ക് ശരീരത്തിൽ മൊത്തം വ്യാപിക്കുകയാണ്. എല്ലായിടത്തും അത് വ്യാപിക്കുകയാണ് ആ ഹോർമോണുകൾ. അപ്പോൾ അതിന്റെ രുചിയാണ്, അമൃതിന്റെ രുചി അവർക്ക് അറിയാൻ കഴിയുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഉമിനീര് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ, ഉമിനീര് നമുക്ക് പുറത്തേക്ക് തുപ്പി അല്ലെങ്കിൽ പുറത്തെടുക്കാൻ കഴിയും. പക്ഷെ ഇത് ഞരമ്പിലൂടെ ഒഴുകുന്നത് കൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ രുചി അറിയാൻ കഴിയും. ആ സെക്രീഷൻസ്, ആ ഗ്രന്ഥികളുടെ, ആ ഹോർമോണുകളുടെ ഉത്പാദനം തുടങ്ങിക്കഴിയുമ്പോൾ അത് രക്തത്തിൽ കലരുന്നതോട് കൂടിയിട്ട് യോഗി ആനന്ദത്തിലേക്ക്, കേവലമായ ആനന്ദം, ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന ആനന്ദമല്ല. നമുക്കൊക്കെ സാധാരണ നിലയ്ക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് ഓരോ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്. നമുക്ക് ബാഹ്യമായ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്. ഇതേ ആനന്ദം ഒരു വസ്തുവിൽ നിന്നല്ലാതെ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്നതാണ്, ഉത്പാദിപ്പിക്കുന്നതാണ് ആ കൈവല്യാവസ്ഥ, മോക്ഷം, പരമപദം, ബോധോദയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു ലഹരി തന്നെയാണ്, ഒരു ലഹരി വസ്തു തന്നെയാണ്. നമ്മൾ കൃത്രിമമായിട്ടുള്ള മയക്കുമരുന്നുകൾ, ലഹരി വസ്തുക്കൾ രക്തത്തിലേക്ക് കടത്തുമ്പോൾ, ശരീരത്തിലേക്ക് അകത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ നിർവൃതി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ ലഹരിയുടെ അടിമയായിരിക്കുന്നത്. പല ആളുകളും ആനന്ദം തേടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുമ്പോൾ ബോധത്തിന്റെ എക്സ്പാൻഷൻ നടക്കുകയാണ്. മനസ്സ് കുറെ സമയത്തേക്ക് നിശ്ചലമാവുകയാണ്. എന്നിട്ട് അങ്ങനെ ഒരു തരം മയങ്ങിക്കിടക്കലാണ്. ഇതേ മയങ്ങിക്കിടക്കൽ, ഇതേ മയക്കം അല്ല, ഇതിന്റെ നേരെ വിപരീതമായിട്ട് ഉണർച്ചയായിട്ടാണ് ഈ ഹോർമോണുകൾ അതേ ആനന്ദം നമുക്ക് തരും. പക്ഷെ ഉണർച്ചയിലാണ്, പൂർണ്ണമായ ഉണർച്ചയിലാണ്. നമ്മളുടെ ജാഗ്രതാവസ്ഥ, ബോധത്തിന്റെ എക്സ്പാൻഷൻ പരമാവധി ഉണ്ടാവുകയും നമ്മളെ ഏറ്റവും അധികം സജീവമായി, സചേതനനായി മാറുകയും ഈ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക. ഇതിനെയാണ് നമ്മൾ നിർവ്വാണം എന്നും ബോധോദയം എന്നും പരമപദം പ്രാപിച്ചു എന്നും മോക്ഷം എന്നും ഒക്കെ വിവക്ഷിക്കുന്നത്. എല്ലാ യോഗികളും, എല്ലാ മനുഷ്യന്മാരും ഈ ഉള്ളിലുള്ള ഈ ആനന്ദത്തെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അമൃത്, അതാണ് പാലാഴി മദനത്തിന്റെ കഥ. അപ്പോൾ ഇതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്, ഇതെല്ലാം വളരെ സയന്റിഫിക് ആണ്. നമുക്ക് പുതിയ കാലത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുതിയ കാലത്തിന്റെ ഭാഷയിൽ, പുതിയ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാലേ അവർക്കത് ബോധ്യമാവുള്ളൂ, നമുക്കത് ബോധ്യമാവുള്ളൂ. അപ്പോൾ ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള അതിന്റെ വെർഷൻ ഇതാണ്. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രഹസ്യങ്ങൾ അതിന്റെ ശാസ്ത്രീയ വശങ്ങളും അടങ്ങിയിട്ടുള്ള പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നുള്ളത്. ആ പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വായിക്കാം, ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ പ്രതിപാദിക്കുന്നതാണ് ഈ പുസ്തകം. താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം വാങ്ങിക്കാവുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള രസകരമായ അല്ലെങ്കിൽ വളരെ ഗഹനമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.